അങ്ങനെ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഏലാഞ്ചിയാണ്. ഇതിനൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്, അത് ഞാൻ അവസാനം പറയാവേ. പിന്നെ മൈദയും സോൾട്ടും ടേമറിക് പൗഡറും വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഒരു ദോശയുടെ ബാറ്ററിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കുക. പിന്നെ നന്നായിട്ട് അതൊന്ന് ആയി കഴിയുമ്പോൾ അതിനകത്തോട്ട് 2 മുട്ടയും കൂടി ഇട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് അടിച്ച് എടുത്ത് അത് മാറ്റി വെക്കണേ. പിന്നെ നമുക്ക് വേണ്ടത് മധുരത്തിനുള്ള സാധനമാണ്. മധുരത്തിന് ഞാൻ ഉപയോഗിക്കുന്നത് ജാഗരിയാണ്. എൻ്റെ മക്കൾക്ക് ജാഗരിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാനെപ്പോഴും ജാഗരി തന്നെയാണ് ഉപയോഗിക്കാറ്. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്ത് അരിച്ചെടുത്ത് മാറ്റി വെക്കണേ. പിന്നെ വേണ്ടത് ഗീ ആണ്. ഇപ്പോൾ ഒരു ചൂടായ ഒരു പോട്ടിലോട്ട് ഗീ ഇടുക. ചൂടായി കഴിയുമ്പോൾ കോക്കനട്ട് ഫ്ലേക്സ് ചേർക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ ട്വിസ്റ്റ്. ഈ കോക്കനട്ട് ഫ്ലേക്സ് ആകുമ്പോൾ ഈസി ആണല്ലോ ഒന്നാമത് ഉപയോഗിക്കാൻ. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് കോക്കനട്ട് ഫ്ലേക്സ് ആണ്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഈ തിളച്ച് ജാഗരി ചേർക്കുമ്പം ഈ കോക്കനട്ടിൻ്റെ കൺസിസ്റ്റൻസി ശരിക്കും പറഞ്ഞാൽ നന്നായി മാറി നമ്മൾ ചിരണ്ടി എടുക്കുന്ന തേങ്ങയുടെ അതേപോലെ തന്നെ ഉണ്ടാകും കേട്ടോ. പിന്നെ കുറച്ച് ഏലക്കയും കൂടെ ചേർത്ത് റെഡിയാക്കി മാറ്റി വെക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്റർ വെച്ച് ദോശ പോലെ ചുട്ട് ഒരു പാത്രത്തിലോട്ട് എടുക്കുക. എന്നിട്ട് നമ്മുടെ കോക്കനട്ടും കൂടെ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുക. പിന്നെ ഞാനിത് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് എപ്പോഴും ചെയ്യാറ്. എനിക്ക് തോന്നി അതാണ് ഏറ്റവും എളുപ്പം ചെയ്യാമെന്ന്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ബനാന ഇട്ട് ചെയ്താലും നല്ല ടേസ്റ്റ് കേട്ടോ. തേങ്ങേൻ്റെ ഒപ്പം ബനാനയും കൂടെ ആഡ് ചെയ്താലും ഭയങ്കര രുചിയാണ്. ഞാൻ അങ്ങനെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.